അതിക്രമം. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ത്? ജനക്ഷേമം ഉറപ്പാക്കുക, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുക. ഇതെല്ലാം ഒരു പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണ്. കണക്റ്റിംഗ് ഫാക്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പൊതുഭരണം സഹായിക്കുന്നു. സാമ്പത്തിക വളർച്ച, സാമൂഹിക വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സാങ്കേതികമായി മുന്നേറുന്ന രാജ്യങ്ങൾക്കിടയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം നിലനിർത്തുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും പൊതുഭരണം ലക്ഷ്യമിടുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായുള്ള സർവീസ് ഏതാണ്? ഓൾ ഇന്ത്യ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, സെൻട്രൽ സർവീസ്. ഇതെല്ലാം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായുള്ള സർവീസുകളാണ്. കണക്റ്റിംഗ് ഫാക്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ 312ാം വകുപ്പ് പ്രകാരം രൂപീകരിച്ച ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നിവയാണ് പ്രധാന അഖിലേന്ത്യാ സർവീസുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നത സിവിൽ ഉദ്യോഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നത് സിവിൽ സർവീസിൽ ഉൾപ്പെട്ടവരാണ്. സിവിൽ സർവീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ രൂപം പിറന്നത് 1926 ഒക്ടോബർ 1-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള അനുച്ഛേദങ്ങളിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കണക്റ്റിംഗ് ഫാക്ട്സ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നത സിവിൽ ഉദ്യോഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നത് ഈ സർവീസുകളിൽ അംഗങ്ങളാണ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കാനും പിരിച്ചുവിടാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ രാഷ്ട്രപതി നിയമിക്കുന്നു. സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെയും നിയമനാധികാരം ഗവർണർക്കാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ നിശ്ചിത സമുദ്രദൂരം ആ രാജ്യങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നു. ഇത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നു. ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടർ പരിധി അതിൻ്റെ തീരത്തു നിന്നും സമുദ്രത്തിലേക്ക് എത്ര ദൂരമാണ്? 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്ററാണ്. കണക്റ്റിംഗ് ഫാക്ട്സ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ 1982 കടൽ കൺവെൻഷൻ്റെ തീരുമാനപ്രകാരമാണ് സമുദ്ര അവകാശവാദത്തിൻ്റെ അനുവദനീയമായ വീതി 12 നോട്ടിക്കൽ മൈൽ അഥവാ 22 കിലോമീറ്റർ വരെ നീട്ടിയത്. പ്രാദേശിക കടലും എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയും തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തേത് ജലത്തിന്മേൽ പരമാധികാരം നൽകുന്നു എന്നതും രണ്ടാമത്തേത് കടലിൻ്റെ ഉപരിതലത്തിനു താഴെയുള്ള തീരദേശ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ സൂചിപ്പിക്കുന്നു എന്നതുമാണ്. ഭൂമിയുടെ ചുറ്റളവിനെ അടിസ്ഥാനമാക്കിയുള്ള ഏകകമാണ് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ 1852 മീറ്റർ. ഇത് രാജ്യാന്തര ഏകാക വ്യവസ്ഥ പ്രകാരമുള്ള ഏകകമല്ലെങ്കിലും വൈമാനികരും കപ്പിത്താന്മാരും ഉപയോഗിക്കാറുണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂകമ്പം ആരംഭിക്കുന്ന പോയിന്റ് എന്താണ്? ആൻസർ, പ്രഭവ കേന്ദ്രം. കണക്റ്റിംഗ് ഫാക്ട്സ്, ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ഹൈപ്പോസെൻറ്ററിൻ്റെയോ ഫോക്കസിൻ്റെയോ മുകളിലാണ്. ഭൂകമ്പമോ ഭൂഗർഭ സ്ഫോടനമോ ഉണ്ടാകുന്ന സ്ഥലമാണിത്. ഭൂമിയുടെ 2 ബ്ലോക്കുകൾ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് തെന്നി മാറുന്നതാണ് ഭൂകമ്പം. അവ തെന്നി മാറുന്ന ഉപരിതലത്തെ ഫാൾട്ട് അല്ലെങ്കിൽ ഫാൾട്ട് തലം എന്ന് വിളിക്കുന്നു. ഭൂകമ്പം ആരംഭിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിനു താഴെയുള്ള സ്ഥലത്തെ ഹൈപ്പോസെൻറ്റർ എന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ അതിന് മുകളിലുള്ള സ്ഥലത്തെ പ്രഭവ കേന്ദ്രമെന്നും വിളിക്കുന്നു. ഇനി ശരിയായ പ്രസ്താവനകൾ. രാഷ്ട്രത്തിൻ്റെ വിവേചനപരമായ ചുമതലകളുടെ പരിധി നിശ്ചയിക്കുക സാധ്യമല്ല. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരവുമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ജനത രാഷ്ട്രം. രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതലകളാണ് അതിർത്തി സംരക്ഷണം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. രാഷ്ട്രത്തിൻ്റെ വിവേചനപരമായ ചുമതലയാണ് ഗതാഗത സൗകര്യമൊരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ആരോഗ്യ സംരക്ഷണം നൽകുക എന്നിവ. ഇതിൽ എല്ലാം ശരിയാണ്. കണക്റ്റിംഗ് ഫാക്ട്സ്, ഇന്ത്യൻ ചിന്തകർ കൗഡല്യൻ നൽകിയ നിർവചനപ്രകാരം രാഷ്ട്രം എന്ന സങ്കല്പത്തിന് 7 ഘടകങ്ങളുണ്ട്. സ്വാമിൻ, അമത്യ, ജനപദ, ദുർഗ, കോശ, ദണ്ഡ, മിത്ര എന്നിവ അടങ്ങുന്ന ഈ സിദ്ധാന്തത്തെ സപ്താംഗ സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത്. സപ്താംഗ സിദ്ധാന്തം കൗഡില്യൻ്റെയാണ്. സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കാനുള്ള ഉപാധിയാണ് രാഷ്ട്രം. ഗ്രീക്ക് കാലഘട്ടത്തിൽ രാഷ്ട്രം പോലീസ് എന്നാണ് അറിയപ്പെട്ടത്.
റോമൻ കാലഘട്ടത്തിൽ സിവതസ് റിപ്പബ്ലിക് എന്നീ പേരുകളിൽ രാഷ്ട്രം അറിയപ്പെട്ടു. 18ാമത്തെ ക്വസ്റ്റ്യൻ, സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരുവിധ പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനങ്ങൾ ലഭ്യമാകുന്ന പദ്ധതി. ഒരു പ്രത്യേക ഭരണമേഖലയെക്കുറിച്ച് ഇത് ആര് പറഞ്ഞ വാക്കുകളാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ്. കണക്റ്റിംഗ് ഫാക്ട്സ്, ഇ ഗവേണൻസ് എന്ന ആശയം മുൻനിർത്തിയാണ് APJ അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞത്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഭരണ സംവിധാനമാണ് ഇ ഗവേണൻസ്. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം 11ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഇന്ത്യയിലെ മിസൈൽ സാങ്കേതികവിദ്യയിലെ സംഭാവന കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സിവിൽ സർവീസ് സംവിധാനത്തെ എത്രയായി തരംതിരിക്കുന്നു? ആൻസർ 3ആയി തരംതിരിക്കുന്നു. കണക്റ്റിംഗ് ഫാക്ട്സ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനായി ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്ത് നിയമിതനാകുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ. കേന്ദ്ര സർവീസ്, യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ നിർവഹണം നടത്തുന്നതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വിഭാഗം. സംസ്ഥാന സർവീസ്, സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണ നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ വിഭാഗം. 20ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായത് ഏത്? പരിണാമ സിദ്ധാന്തം. കണക്റ്റിംഗ് ഫാക്ട്സ്, രാഷ്ട്രം സാമൂഹിക പരിണാമ പ്രക്രിയയിലൂടെ ഫലമായി രൂപം കൊണ്ടതാണെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണിത്. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണെന്ന് പറയുന്ന രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കു കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ ഒരു സമൂഹത്തെയാണ് രാഷ്ട്രമെന്ന് വിവക്ഷിക്കുന്നത്. രാഷ്ട്രമെന്ന പദം ആദ്യം ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകനായ നിക്കോളോ മാക്കിവെല്ലിയാണ്. സ്വതന്ത്രനായി പിറന്നു വീഴുന്ന മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലകളാൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് റൂസോയാണ്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി. അത് ഗ്രാമസഭയാണ്. കണക്റ്റിംഗ് ഫാക്ട്സ്, ഗ്രാമസഭ ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ടു പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണിത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ മുഴുവൻ സമ്മതിദായകരും ആ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഗ്രാമസഭ കൺവീനർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ. വർഷത്തിൽ 4 തവണയെങ്കിലും ഗ്രാമസഭ യോഗം ചേരണം. ആകെ ഗ്രാമസഭാംഗങ്ങളുടെ 10% ക്വാറം. എന്നാൽ ക്വാറം തികയാതെ മാറ്റിവെച്ച് പിന്നീട് ചേരുമ്പോൾ അതിൻ്റെ ക്വാറം 50 ആയിരിക്കും. 10%-ലധികം സമ്മതിദായകർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 2 സാധാരണ യോഗങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക യോഗവും ചേരേണ്ടതുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം ഓരോ നിയോജക മണ്ഡലവും ഓരോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ടുകൾ ലഭിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഫാസ്റ്റ് ദി പോസിംഗ് സിസ്റ്റം, ആപേക്ഷിക ഭൂരിപക്ഷ വ്യവസ്ഥ, ബഹുത്വ സമ്പ്രദായം എന്നീ പേരുകളിലെല്ലാം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അറിയപ്പെടുന്നത്. ഈ ഫാക്ട്സ് എല്ലാം ശരിയാണ്. കണക്റ്റിംഗ് ഫാക്ട്സ്, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് ഫാസ്റ്റ് പോസിംഗ് സിസ്റ്റം ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പ്രാദേശിക സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഈ വ്യവസ്ഥ പ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആപേക്ഷികമായ ഭൂരിപക്ഷം മതി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി രാജ്യം മുഴുവൻ 543 നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു. ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന വളരെ ലളിതമായ രീതിയാണിത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. പ്രസിഡന്റ് പരോക്ഷ തിരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, ലോക്സഭ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, രാജ്യസഭ പരോക്ഷ തിരഞ്ഞെടുപ്പ്. ഇതിൽ 1, 3, 4 ശരിയാണ്. പ്രസിഡന്റിനെ പരോക്ഷമായാണ് തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലും പരോക്ഷ തിരഞ്ഞെടുപ്പ്. കണക്റ്റിംഗ് ഫാക്ട്സ്, ജനങ്ങൾ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ ഓരോ പൗരനും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സാമൂഹ്യ നില, മതം, ജാതി, വർഗം മുതലായവ പരിഗണിക്കാതെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യം. ആരുടെ വാക്കുകൾ? എബ്രഹാം ലിങ്കൺ. കണക്റ്റിംഗ് ഫാക്ട്സ്, അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാം പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ
അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയായിരുന്ന അമേരിക്കൻ സിവിൽ യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു ലിങ്കൺ. അമേരിക്കയിലെ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുഖ്യ നായകനായിരുന്ന അദ്ദേഹം 1860 പൊതുതിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അദ്ദേഹം പ്രസിഡന്റായത്. റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച ആദ്യ US പ്രസിഡന്റായിരുന്നു ലിങ്കൺ.